ഹായ് എവ്രി വൺ. അപ്പൊ നമ്മള് ഇന്ന് എന്താ നമ്മുടെ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഹോസ്റ്റൽ എസെൻഷ്യൽ നീഡ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ട്ടാ. ഇത് എല്ലാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോവാം. ഫസ്റ്റ് പോണത് നമ്മുടെ ടോയ്ലറ്ററീസ് ആണ്. ടോയ്ലറ്ററീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, നമ്മൾ ഏതാണോ യൂസ് ചെയ്യണ വെച്ചാൽ അത്, പിന്നെ നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, സോപ്പ്. പിന്നെ സോപ്പിന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ സോപ്പിനേക്കാൾ ഒന്നും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബോഡി വാഷ് ആണ്. കാരണം എന്താ വെച്ചാൽ സോപ്പ് എന്ന് പറയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്താ ഒരു ബോക്സ് വേണം നമുക്ക് സോപ്പ് എടുത്ത് വെക്കാനായിട്ട്. പിന്നെ അത് അലിഞ്ഞു പോവും, പിന്നെ ബക്കറ്റിലും മഗ്ഗിലൊക്കെ ആവും. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ബോഡി വാഷ് ആണ് കേട്ടോ. ബോഡി വാഷ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ ലൂഫ, അത് പിന്നെ ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലൂഫ വേണമല്ലോ, അങ്ങനെ. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ കോമ്പാണ്. നമ്മളിപ്പോ വുഡൻ കോമ്പാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ് വെച്ചാൽ അത്. അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ടവല്. ഇപ്പോൾ എന്റെ കണ്ടീഷൻ ഞാൻ കൊണ്ടുപോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തോർത്ത്, നമ്മുടെ സാധാ തോർത്തും കൊണ്ടായിരുന്നു. പിന്നെ ഒരു കമ്പിളി പോലത്തെ ഒരു തോർത്തില്ലേ, അത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിപ്പോ തല തുടക്കാൻ, അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ അതെല്ലാം കൊണ്ടുപോകണം. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഹാങ്ങർ ആണ്. ഹാങ്ങർ അതിപ്പോ വാൾ ഹാങ്ങേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ പോരാത്തതിന് നമ്മൾ സാധാ നമ്മൾ ഷർട്ടൊക്കെ തൂക്കില്ല, അങ്ങനെ ഹാങ്ങർ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ യൂണിഫോം, നമ്മുടെ കോട്ട്, അതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ വരുന്നത് മിറർ. മിറർ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഹോസ്റ്റലിൽ റൂമിലൊക്കെ ആണെങ്കിൽ ഒരു മിററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും തമ്മിൽ രാവിലെ കോളേജിലൊക്കെ പോണ നേരത്ത് ഭയങ്കര അടിയാവും. അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മൾ ഒരു പേഴ്സണൽ ആയിട്ട് നമ്മൾ ഒരു മിറർ കൊണ്ടുപോകണം, നല്ലതായിരിക്കും. പിന്നെ നെയിൽ കട്ടർ, അത് പിന്നെ എല്ലാവർക്കും അറിയാലോ, ആവശ്യം വരും. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാൽ ലോണ്ട്രി ബാഗ് ആണ്. നമ്മളിപ്പോ തുണി കുളിക്കുമ്പോഴൊക്കെ നമ്മൾ തുണി ഊരിയിടും. പിന്നെ നമ്മൾ അത് പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും അലക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അലക്കുക. അപ്പൊ നമ്മൾ അതൊക്കെ എടുത്ത് വെക്കണം കൃത്യമായിട്ട് അല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ടൊരു ബാഗിൽ വെക്കുക. അതാകുമ്പോൾ ലോണ്ട്രി ബാഗും നമുക്ക് അടച്ചൊക്കെ വെക്കാൻ പറ്റും. അപ്പൊ സ്മെല്ലൊന്നും അങ്ങനെ പുറത്തു വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ പൗച്ചസ് ആണ്. നല്ലൊരു ഓർഗനൈസർ നമുക്ക് എന്തായാലും ആവശ്യം വരും നമുക്ക് ഹോസ്റ്റൽ ജീവിതത്തിൽ. കാരണം ഇപ്പൊ നമ്മൾ പെട്ടെന്ന് രാവിലെ എണീച്ച് കുളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്രഷ്, പേസ്റ്റ്, ഷാംപൂ, അങ്ങനെ ബോഡി വാഷ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പൗച്ചിലിട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഇട്ട് ക്യാരി ചെയ്ത് പോവാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമ്മള് വാൾ ഹാങ്ങേഴ്സ്, അതൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗച്ചസ് ആണ്, ഓർഗനൈസേഴ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല ഉപകരിക്കും. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ ക്ലോത്ത് ക്ലിപ്പ് ഉണ്ട്. നമ്മള് ഇങ്ങനെ ഈ തുണി തോരടുമ്പോ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കില്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എന്റെയൊക്കെ ഹോസ്റ്റലിൽ നമ്മൾ ടെറസിന്റെ മീതെയാണ് തുണി തോരയിടുക. നല്ല കാറ്റുണ്ടാവും. അപ്പോ അതെല്ലാം കൂടി ഒന്നില്ലെങ്കിൽ അടിയിലേക്ക് വീഴും, അല്ലെങ്കിൽ മറ്റുള്ള ടെറസിലേക്ക് വീഴും, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ പിന്ന് എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ പിന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കളർ വാങ്ങിക്കുക. അപ്പൊ നമ്മുടെ തുണി നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും കൊണ്ടുവരുന്ന പോലെ മറ്റേ പ്ലാസ്റ്റിക് ഇല്ല, അങ്ങനത്തെ ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഒരു സ്പെസിഫൈ ആയിട്ട് നമ്മളൊരു ക്ലിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മറ്റുള്ളവർ നമ്മുടെ സാധനങ്ങൾ എടുക്കാതെ അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി മെഡിസിൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ മെഡിസിൻസ് ഒക്കെ എന്തായാലും കൊണ്ടുപോകണം. പിന്നെ നമ്മള് തലവേദന, വയറുവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ ലൂസ് മോഷനോ അല്ലെങ്കിൽ പെയിൻ ബാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തേക്ക് നല്ലതായിരിക്കും. കാരണം ഏത് സമയത്ത് ആർക്കാണ് നമുക്ക് ഇത് പ്രയോജനപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് വെക്കണം. പിന്നെ അടുത്തത് വരികയാണെങ്കിൽ സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ കപ്പ്, അത് നമ്മൾ ഏതാണോ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊണ്ടുപോകാൻ മറക്കരുത്. അടുത്തത് യൂട്ടൻസിൽസ് ആണ്. യൂട്ടൻസിൽസിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ഒരു പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ ഒക്കെയാണ് കൊണ്ടുവേണ്ടത്. പ്ലേറ്റിന്റെ കാര്യത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുക സ്റ്റീൽ പ്ലേറ്റ് ആണ്. കാരണം സ്റ്റീൽ പ്ലേറ്റ് ആണ് നല്ലത്. പ്ലാസ്റ്റിക് ആണെങ്കിൽ എപ്പോഴും അത് പൊട്ടും. പിന്നെ പോരാതെ നമ്മൾ ചൂട് ചോറൊക്കെ ആവുമ്പോൾ
അതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കുന്നതിന് അത് ഒരു ഹെൽത്തിലി വൈസ് അത് ഓക്കെ അല്ലല്ലോ. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുക സ്റ്റീലാണ്, സ്റ്റീൽ ഗ്ലാസ് തന്നെയാണ്. പിന്നെ നമുക്കൊരു ഹോംലി ഫീൽ കിട്ടണമെങ്കിൽ സ്റ്റീലായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടുപോയത്. അങ്ങനെ അപ്പൊ സ്റ്റീൽ പ്ലേറ്റ്, ഒരു സ്റ്റീലിന്റെ സ്പൂണാണെങ്കിൽ നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ വാങ്ങിക്കാൻ നല്ലത്. കാരണം എല്ലാവരുടെയും കൂടി മിക്സ് ആകുമ്പോൾ നമ്മുടെ അവസാനം കാണാണ്ടാവും. അപ്പൊ നമ്മള് ഒരു സ്പെസിഫൈ ആയിട്ട് നമുക്ക് ഒരു സ്പൂൺ നമുക്ക് വാങ്ങിക്കായിരിക്കും നല്ലത്. ഡിഫറൻഷിയേറ്റ് ആയിട്ട് എല്ലാവരും ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള സ്പൂൺ വാങ്ങിക്കായിരിക്കും നല്ലത്. പിന്നെ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ചില ഹോസ്റ്റൽസിൽ ഇങ്ങനെ ഈ ഹീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിയിലായിരിക്കും. ഞങ്ങളുടെയൊക്കെ ഹോസ്റ്റലിൽ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങള് തേർഡ് ഫ്ലോറിലാണ്. അപ്പൊ നമ്മൾ ഏത് സമയവും അങ്ങോട്ട് ഇറങ്ങി പോകണം, കയറി വരണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഒരു വലിയൊരു 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ഒക്കെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു വെക്കായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോണ ടൈമിൽ വെള്ളം എടുത്തിട്ട് അത് പിന്നെ നമ്മൾക്ക് തിരിച്ച് ഫുഡ് കഴിച്ച് പോകുമ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാലോ അങ്ങനെ. അപ്പോൾ ഏറ്റവും വലിയ വാട്ടർ ബോട്ടിൽ ആയിരിക്കും നല്ലത്. അപ്പൊ അത്രയും വെള്ളം അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഏത് സമയം ഇറങ്ങി കയറേണ്ട ഒരു അവസ്ഥ വരില്ല വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞ ബോട്ടിലൊക്കെയാണ് നമ്മൾ ഫുൾ ടൈം കയറി ഇറങ്ങാൻ തന്നെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളെ വെള്ളം കൂടി നന്നായി കുറയുകയും ചെയ്യും. അപ്പൊ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുക ഒരു 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെ ഒക്കെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിയാണ്. കത്തി ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളൊരു സ്നാക്സ് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ഇത് വരുമല്ലോ. അപ്പോൾ നമ്മൾ കത്തി എന്തായാലും വാങ്ങിക്കാൻ നോക്കുക. പിന്നെ ഒരു സ്നാക്സ് ബോക്സ്, അതിപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് എടുക്കുകയാണ്, അത് നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ബോക്സ് നമുക്ക് എടുക്കാം. അതിപ്പോ സ്റ്റീലിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് എന്തായാലും കുഴപ്പമില്ല. അടുത്തത് വരുന്നത് ലിക്വിഡ് ആയിട്ടുള്ള വാഷസ് ഇല്ലേ. അതിപ്പോ നമ്മള് പാത്രം കഴുകാനാണെങ്കിൽ വിമ്മ്, പിന്നെ സ്ക്രബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ പോരാത്തതിന് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കംഫേർട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. കാരണം നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് യൂണിഫോമും കോട്ടൊക്കെ ആണെങ്കിൽ അതിനൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു മങ്ങലും ഒരു സ്മെല്ലൊക്കെ വരും. അപ്പൊ നമുക്ക് അതിന് ഇതാക്കാൻ വേണ്ടി കംഫേർട്ട് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഏത് സോപ്പ് പൊടി, അച്ഛന് സോപ്പ് പൊടി, അല്ലെങ്കിൽ ബാർ ആണെങ്കിൽ ബാർ, ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അത് എടുക്കുക. നമ്മൾ ഏതാണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷാണ്. ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുണിയൊക്കെ കഴുകുമ്പോൾ നമ്മൾ ബ്രഷ് വെച്ച് ഉരച്ചു കഴിഞ്ഞാൽ അതിൽ ചളിയൊക്കെ പോകും. എസ്പെഷ്യലി വൈറ്റ് കോട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സോ വൈറ്റ് യൂണിഫോം ഒക്കെ ആണെങ്കിൽ അതിലിങ്ങനെ ചളി പിടിക്കുമല്ലോ, ഈ കോളറിന്റെ അവിടെ, കൈന്റെ മുട്ടിന്റെ അവിടെ, അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഒരു ബ്രഷ് വാങ്ങിച്ച് അത് വെച്ച് ഉരച്ച് കഴുകണം. അപ്പോൾ ഒരു ക്ലോത്ത് വാഷിംഗ് ബ്രഷും കൂടി വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ബെഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ യൂഷ്വലി 2 ബെഡ്ഷീറ്റ് നമ്മൾ വാങ്ങിക്കണം. പിന്നെ 2 പില്ലോ കവർ നമ്മൾ വാങ്ങിക്കണം. ബ്ലാങ്കറ്റ് ഒരെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരെണ്ണം കഴുകിയിടുമ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യാലോ, അങ്ങനെ ഒരു രീതിയിൽ. പിന്നെ നമ്മൾ ബെഡും പില്ലോയൊക്കെ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ഹോസ്റ്റൽ എവിടെയാണോ അവിടെ നടത്തുന്നതാണ് നമ്മൾ വാങ്ങിക്കുക കാര്യങ്ങളൊക്കെ. പിന്നെ വസ്ത്രത്തിന്റെ കാര്യം, നമ്മൾ ക്ലോത്ത് നമ്മൾ എന്താണോ ഇടുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഹോസ്റ്റലിന്റെ റൂൾ അനുസരിച്ചിരിക്കും. ഹോസ്റ്റലിന്റെയും കോളേജിന്റെയും റൂൾസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീൻസ് ഇടാൻ പാടില്ല, എന്താ പറയുക, ക്രോപ്പ് ടോപ്പ് ഇടാൻ പാടില്ല, ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് ചുരിദാർ വേണം ഇടാനായിട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഓരോ കോളേജസിനും അത് അവരുടേതായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാം അറിഞ്ഞതിന് ശേഷം ഡ്രസ്സ് വാങ്ങിക്കുക. കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിയിട്ട് അവസാനം അതൊക്കെ വേസ്റ്റ് ആവും. പിന്നെ പുറത്ത് പോകുമ്പോൾ, ഔട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇടാം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കാം. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്നില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച്, സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി വേസ്റ്റ് ആയിരിക്കും അവസാനം. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോസ്റ്റലിലത്തെ ഫുഡ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. അതേ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ അവിടെ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലി എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ലോക്കാണ്, താക്കോല് അങ്ങനെയുള്ള ലോക്കില്ലേ, കീ വെച്ചിട്ടുള്ളത്, അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഏറ്റവും കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് ഐറ്റംസോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് എന്ന് വെച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റണം. അങ്ങനെ ഒരു കാര്യം ആരും എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് വെക്കാം നമ്മുടെ സാധനങ്ങളൊക്കെ. അതിന് വലുതും കൊണ്ടുപോകണം, ചെറുതും കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് പാകം അനുസരിച്ചിട്ട് അങ്ങ് നോക്കാലോ. അതൊരിക്കലും മറക്കരുത്. പിന്നെ നമ്മുടെ ഷൂട്ട് കേസ്, ട്രോളി, അതൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനും അത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും. പിന്നെ വേണ്ട എന്താന്ന് വെച്ചാൽ കുടയാണ്. കുട വേണമല്ലോ, മഴയായാലും വെയിലായാലും കുട വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സൂചി നൂലും. ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു ബട്ടൺ പോവുകയോ അല്ലെങ്കിൽ ചെറിയൊരു തുന്നൽ വിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഇതാക്കാൻ വേണ്ടിയിട്ട്
തുന്നിയെടുക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കറിയില്ലെന്ന് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. അപ്പൊ അതെടുക്കാൻ മറക്കരുത്. പിന്നെ എന്താ സേഫ്റ്റി പിൻ. സേഫ്റ്റി പിൻ നമുക്ക് എന്തായാലും ആവശ്യം വരും, ഉറപ്പാണല്ലോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടാത്ത സാധനമാണ് സേഫ്റ്റി പിൻ. അപ്പൊ അത് നമ്മൾ കുറച്ച് അധികം വാങ്ങിച്ച് ഓർഗനൈസറിന് തന്നെ നമ്മൾ എടുത്തു വെക്കണം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ടോർച്ച്. ഇപ്പൊ കറണ്ട് പോവേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്ക് പുറത്തിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് അത്യാവശ്യമാണ്. പിന്നെ ബുക്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നോവൽസ്, സ്റ്റോറി ബുക്സ് അങ്ങനെയൊക്കെ കൊണ്ടുപോവാണെങ്കിൽ നമുക്കതൊക്കെ ഒരു റിലാക്സേഷൻ ആണ്. ഇപ്പോ ഹോസ്റ്റലിൽ നമുക്ക് ഫോൺ പെർമിഷൻ ഒന്നും അധികം ഉണ്ടാവില്ല, മിക്ക ഹോസ്റ്റലുകളിലും അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ഹോബീസ് ഒക്കെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് എന്താ പറയാ, ബുക്സ് വായിക്കണമെങ്കിൽ ബുക്സ് വായിക്കാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവാം. പിന്നെ ഇലക്ട്രോണിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊക്കെ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കാരണം ആദ്യം തന്നെ ഒന്നും കയറി കൊണ്ടുപോകാൻ നിൽക്കണ്ട. ഇതിപ്പോ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ അയൺ ബോക്സ്, കിറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോ കോളേജ് ഹോസ്റ്റലിന്റെ റൂൾ അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയാ, അയൺ ബോക്സ് കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ കെറ്റിൽ കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആണ്. അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആദ്യം തന്നെ മേടിച്ചു കൊണ്ടുപോകാണ്ടിരിക്കുക. അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് വാങ്ങിച്ചാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ പറയാച്ചാ ബക്കറ്റ് വാങ്ങിക്കണം. ബക്കറ്റ് 2 ബക്കറ്റ് വാങ്ങിക്കണം. പിന്നെ ഒരു മഗ്ഗായാലും മതി. 2 ബക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് തുണി തിരുമ്പലും കുളിക്കലും കൂടി ഒരുമിച്ചിട്ടാകുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ആവും. ഒരു ബക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഒരു ബക്കറ്റിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ അത് സ്കിൻ അലർജി ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട്, നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്ക് പോവാണല്ലോ, അപ്പോൾ സ്കിൻ അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി 2 ബക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ വേണ്ട എന്താ വെച്ചാൽ അലാറം ക്ലോക്ക്. അതില്ലാണ്ട് ആരും പോകരുത്. കാരണം നമ്മൾ പഠിക്കാനാണ് പോണത്. രാവിലെ എണീച്ച് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. എക്സാം ആയ ടൈമിൽ നമുക്ക് നേരത്തെ എണീക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾക്ക് ഫോൺ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അലാം ക്ലോക്ക്. പിന്നെ ഹെയർ ഓയിൽ പിന്നെ വേണമല്ലോ. നമ്മൾ യൂഷ്വലി ആ ടോയ്ലറ്ററീസിന്റെ ഒക്കെ ഭാഗത്ത് നമ്മൾ എടുക്കും എന്തായാലും. പിന്നെ വരണത് എന്താന്ന് വെച്ചാൽ സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറിയിൽ നമ്മുടെ പേന, പെൻസിൽ, റബ്ബർ, സ്കെയില്, സ്കെച്ച്, മാർക്കർ, അങ്ങനെ എ4 ഷീറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബണ്ടിലായിട്ട് വാങ്ങിക്കുക. ഞാൻ നഴ്സിംഗ് ആണ്, അപ്പോൾ നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഉറപ്പായിട്ടും ബണ്ടിലായിട്ട് വാങ്ങിക്കുക. നമുക്ക് എ4 ഷീറ്റ് എന്തായാലും കുറെ ആവശ്യം വരും. അപ്പൊ ബണ്ടിലായിട്ട് വാങ്ങിക്കായിരിക്കും എ4 ഷീറ്റ് ഒക്കെ നല്ലത്. അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചുമന്നുകൊണ്ട് പോകണമെന്നൊന്നുമില്ല, അവിടെ ചെന്നിട്ട് വാങ്ങിച്ചാലും മതി. പക്ഷെ ഇവ കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഈ നമുക്ക് സ്കെയില്, പെൻസില്, പേന, ക്രയോൺസ്, പൗച്ച്, ഇതൊക്കെ ഇട്ടേക്ക ഒരു പൗച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. സ്കെച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ, മാർക്കറൊക്കെ വാങ്ങിക്കുമ്പോൾ പല കളറിൽ പല സൈസിൽ വാങ്ങിക്കണം. കാരണം നമുക്ക് എല്ലാതും എന്തായാലും നല്ല ആവശ്യം വരും. പിന്നെ വരുന്നത് സ്കിൻ കെയറിങ്, നമ്മുടെ ഓർണമെന്റ്സ്, കോസ്മെറ്റിക്സ്, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇതനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാ വേണ്ടത്, ഏതൊക്കെയാ വേണ്ടത് എന്നുള്ളത് നമുക്കറിയാലോ. അത് നമ്മൾ എടുക്കുക. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാൽ വാച്ച് ഇല്ലാണ്ട് കാര്യമൊന്നും നടക്കില്ല. അപ്പൊ വാച്ച് വേണം. പിന്നെ ഹെഡ്സെറ്റ്, ചാർജർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എന്തായാലും എടുക്കാൻ മറക്കില്ല. അത് നമുക്കറിയാലോ. നമ്മൾ ഒന്നും എടുത്തില്ലെങ്കിൽ നമ്മുടെ ഫോണും ഹെഡ്സെറ്റും നമ്മൾ എന്തായാലും എടുക്കും. ഞാനൊക്കെ അങ്ങനെ കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുമ്പോൾ അമ്മ എന്നോട് ചോദിക്കും എല്ലാം എടുത്തോന്ന്. അപ്പൊ ഞാൻ പറയും ഫോൺ എടുത്തില്ലേ നമ്മൾ പ്രത്യേകം ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഫോണും ഹെഡ്സെറ്റും, ഞാൻ എന്നെ മറന്നാലും ഫോണും ഹെഡ്സെറ്റും ഞാൻ മറക്കില്ലാന്ന്. അപ്പൊ ആ വക കാര്യങ്ങളും അത് മറക്കരുത് ആരും. പിന്നെ വരേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ന്യൂസ് പേപ്പർ കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ സാനിറ്ററി നാപ്കിൻ നമുക്ക് പൊതിഞ്ഞ് വേസ്റ്റ് ബിന്നിൽ ഇടാനോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വേസ്റ്റ് കളയാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ന്യൂസ് പേപ്പർ എന്തായാലും ഒരു 5-6 കൊണ്ടുവന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മൾ പരമാവധി ഗോൾഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് പോകും, അല്ലെങ്കിൽ ബസ്സിൽ പോകും, നമ്മൾ പല അറിയാത്ത സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അതൊക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആവും. അപ്പൊ പരമാവധി ഗോൾഡ് ഓർണമെന്റ്സ് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാണ് നല്ലത്. ഞാനിപ്പോ ലിസ്റ്റ് ഡൗൺ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോ 2 പേജിൽ എഴുതി നിറച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ പറയുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ തപ്പി, പിന്നെ പോരാത്തതിന് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറെ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് വേണം നമ്മൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, സാധനങ്ങൾ വാങ്ങിക്കാൻ, ഷോപ്പിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെ കയറി ചെന്ന് ഒന്നും വാങ്ങിക്കരുത്. കാരണം നമുക്കൊരു അബദ്ധം പറ്റരുത്, നമ്മുടെ മണിയൊന്നും വേസ്റ്റ് ആവരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി. ആവശ്യമില്ലാത്ത ഈ ഇലക്ട്രോണിക്സ്, ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ മെയിൻ ആയിട്ട് അവിടെ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പാടുള്ളൂ നമ്മൾ.
അപ്പൊ ഞാൻ പോവാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിൽ റിപ്ലൈ അയക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇതിട്ടാ മതി, കമന്റ് ഇട്ടാ മതി. അപ്പൊ നമുക്ക് പോവാം. ബൈ ഗൈസ്.